പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകൾ ഇന്ന് ജ്ഞാനോദയത്തിൻ്റെ അല്ലെങ്കിൽ ആത്മപരിവർത്തനത്തിൻ്റെ എൻലൈറ്റ്മെൻറ്റിൻ്റെ 2ാം ദിനമാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോൾ എൻലൈറ്റഡ് ആകാൻ സാധിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതെല്ലാം തന്നെ മനുഷ്യന് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു സവിശേഷ ബുദ്ധിയായിട്ടുള്ള ചിന്തിക്കാനുള്ള കഴിവ്, ആ ചിന്തിച്ച കാര്യങ്ങളെ ഇമോഷണലായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരു മസ്തിഷ്കം കിട്ടിയിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിക്ക് മാത്രമാണ്. ഏകദേശം 84 ലക്ഷത്തിൽ പരം ജീവനുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യനാണ്. എന്താണ്? ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. ഒരു ചിന്തയിലൂടെ താൻ ആരാണെന്ന് അറിയാനുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അടങ്ങിയിരുന്ന അറിവിനെ ഉൾക്കണ്ണിലൂടെ കണ്ട് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ ആകുകയുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയവരാണ് നമ്മൾ. പക്ഷെ മറ്റു പലതിലേക്കും ശ്രദ്ധ വ്യാപരിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊച്ചു കൊച്ചു ജീവിതത്തിൽ പോകുന്നത് കാരണം എൻലൈറ്റഡ് ആകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനകത്ത് കൂടുതൽ മനസ്സിലാക്കിയത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഇന്നലത്തേലും സെർച്ച് ചെയ്ത് നോക്കിയാൽ എൻലൈറ്റ്മെന്റ് അല്ലെ ആത്മജ്ഞാനം പാർട്ട് 1 എന്നുണ്ടാവും. ഇത് പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്നലത്തെ സെക്ഷനകത്ത് നമ്മൾ പറഞ്ഞത് മനുഷ്യജന്മം കിട്ടുമ്പോൾ 3 വേളകളിലായിട്ടാണ് ഈ എൻലൈറ്റ്മെന്റ് കിട്ടുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. അതില് ആദ്യത്തെ കൂട്ടരെന്ന് പറയുന്നത് അവരെ മഹാത്മാക്കൾ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഒരു മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ, ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അവരെ വരുമ്പോഴേ അവരുടെ ഉള്ളിൽ അന്തർലീനമാണ് ഈ പ്രപഞ്ച രഹസ്യത്തെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മസ്തിഷ്കം. കുഞ്ഞായിരിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവർ ചില പ്രത്യേകതകളൊക്കെ കാണും. ചില മഹാത്മാക്കളുടെ ജീവചരിത്രമൊക്കെ നമ്മൾ വായിച്ചാൽ അറിയാൻ സാധിക്കും. അമാനുഷികമായ രീതിയിൽ, അസാധാരണമായ രീതിയിലുള്ള കുട്ടിക്കാലമായിരിക്കും ഇവരുടെ. ചിലപ്പോൾ അവർ സംസാരിക്കാൻ കുറേ വൈകും. എന്താണ് കുട്ടി സംസാരിക്കാത്തതെന്നൊക്കെ തോന്നും. പിന്നീട് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല. വലിയ വലിയ തത്വങ്ങളൊക്കെ ആയിരിക്കും പറയുക. ഓരോ മഹാത്മാക്കളെ എടുത്ത് നോക്കിക്കോളൂ. അവരൊക്കെ പിറന്നത് ഒരുപക്ഷെ ജന്മം കൊണ്ടത് കാലിത്തൊഴുത്തിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയ ഔന്നത്യത്തിലൊന്നും അല്ല. പക്ഷെ ജന്മം കൊണ്ട് അവര് നോളജിലാണ്, ഈ പ്രപഞ്ച രഹസ്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടാകും. അത് ക്രിസ്തുവായാലും നബിയായാലും കൃഷ്ണനായാലും അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ കാലാകാലങ്ങളിൽ മനുഷ്യ ശരീരം എടുക്കാറുണ്ട്. അത് പിന്നീട് കഥകളായി വരുന്നു. പിന്നീട് അവരെ സാധാരണ മനുഷ്യർ ദൈവമേ ദൈവങ്ങളെ എന്ന് വിളിക്കുന്നു. അത് അന്ന് തൊട്ടേ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ പറയുന്ന സ്കിൽ ഇതുമായിട്ടാണ് വരുന്നത്. അപ്പൊ അവര് പൊതുസമൂഹത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു അറിവിനെ മറ്റുള്ളവരിലേക്ക്, സഹജീവികളിലേക്ക് പകരുവാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരുമായിരിക്കും. തൻ്റെ ഈ ജന്മം കൊണ്ട് ഞാൻ അറിഞ്ഞ ഈ രഹസ്യത്തെ ഇതാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ശ്രീ ശങ്കരാചാര്യരായിക്കോട്ടെ, ശ്രീരാമകൃഷ്ണ പരമഹംസരായിക്കോട്ടെ, അങ്ങനെ ഓരോരോ മഹത് വ്യക്തികളും ഈ മഹാത്മാക്കൾ ജനിക്കുമ്പോൾ തന്നെ അസാധാരണമാം വിധം ഉള്ള പെരുമാറ്റങ്ങളിലൂടെ വരുന്നു. സ്വന്തം മാതാപിതാക്കൾ പോലും വിചാരിക്കും ഈ കുട്ടിക്ക് എന്താ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. ചിലപ്പം വീട് വിട്ട് ഇറങ്ങാനുള്ള വ്യഗ്രത കാണിക്കുന്നു. സ്വാമി വിവേകാനന്ദനൊക്കെ എങ്ങനെയാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം ത്യജിച്ചിറങ്ങുകയായിരുന്നു. ശ്രീ ശങ്കരനും അതുപോലെയായിരുന്നു. അപ്പൊ അങ്ങനെ ആലോചിക്കുക, ഈ മനുഷ്യജന്മം എടുക്കുമ്പോൾ മാത്രമേ ജന്മനാ ഈ ഒരു അറിവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ കൂടുതൽ അറിയാനായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരൊരു അനാഥനെ പോലെ അലയും, ഒരു ഭിക്ഷാന്തേഹിയെ പോലെ അലയും. താൻ അറിഞ്ഞറിഞ്ഞ കാര്യങ്ങൾ പിന്നീട് വ്യഗ്രതയാണ്. തൻ്റെ ജീവിത കാലഘട്ടം കുറച്ചേ ഉള്ളൂ, ഒരു ഷോർട്ട് സ്പാൻ മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി ഇവർ പരമാവധി പ്രചരിപ്പിക്കാൻ ഓടി നടന്നും. അന്ന് എത്രത്തോളമൊക്കെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ല, നടന്നും കാൽനടയായിട്ടും ഒക്കെ തൻ്റെ സന്ദേശങ്ങളെ ഇങ്ങനെ പകർത്തിക്കൊണ്ട് മഹാഗുരുക്കന്മാർ അങ്ങനെയുള്ളവരാണ് ഒരു മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. അത് മനുഷ്യജന്മം കിട്ടുമ്പോൾ 1ാമത്തെ കാറ്റഗറി. 2ാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ എൻലൈറ്റഡ് ആകുന്നത് ഇടക്കാലം കൊണ്ടാണ്. ഈ ബോധോദയം ഉണ്ടാകും, ഈ ആത്മജ്ഞാനം ഉണ്ടാകും. അത് ചിലപ്പോൾ വെറുതെ ഒരു കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഒരു ലൈറ്റ്നിങ് എത്തുക. ചില വെളിപാടുകളുണ്ട്. വെളിപാട് വിളിക്കുന്നു എന്നെ, നീ നിയോഗിക്കപ്പെട്ടവനാണ്. ഞാൻ ഈ പ്രപഞ്ചം തന്നെ അവർക്കൊരു അശരീരി, ശരീരമില്ലാത്ത ഒരു ശബ്ദത്തിലൂടെയോ ഒരു വെളിച്ചത്തിലൂടെയോ അല്ലെങ്കിൽ നോളജ് അപ്പത്തൊട്ട് കത്തി തുടങ്ങും. കണ്ടില്ല ചില കനലൊക്കെ അവിടെ കിടക്കും. ഇടക്കാലത്ത് ചില കാറ്റടിക്കുമ്പോൾ ആളിക്കത്തുന്നത് പോലെ ഒരു എൻലൈറ്റ്മെന്റ് ഇവർക്കുണ്ടാകും. ഇവര് ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും പക്കാ ഫെയിലർ ആയിരിക്കും. ഒരുപക്ഷെ അധികം വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല,
നാട്ടുകാർക്കും ചുറ്റുപാടുമുള്ളവർ ഇവരെ അറിഞ്ഞിരിക്കുന്നത് വെറുതെ പേപ്പർ ഇട്ട് നടന്ന ഒരാൾ, അല്ലെ ഒരു C ക്ലാസ് കട നടത്തിയിരുന്ന ആള്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളിക്കാത്തവനായിട്ട് തെക്കോട്ടും വടക്കോട്ടും നടന്ന ഒരു വ്യക്തി. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ജനിച്ചു വളർന്ന പ്രദേശത്ത് അവരെ അറിയുന്നവരറിയുക. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ ഒരു ഫയർ അവിടെ കിടക്കുന്നു. ഇടക്കാലം കൊണ്ട് ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഒരു യാത്രാവേളയിലായിരിക്കാം, ചില മഹത്തുക്കളെ കണ്ടുമുട്ടുമ്പോഴായിരിക്കാം അവരവിടം തൊട്ട് എൻലൈറ്റഡ് ആവുന്നു. പിന്നീട് അവരിൽ നിന്ന് വരുന്ന ചില അറിവുകളും അവരിൽ നിന്ന് വരുന്ന പല പ്രവർത്തനങ്ങളും അത്ഭുതകരമായ രീതിയിൽ സാമാന്യ ജനങ്ങൾ അവരിലേക്ക് ആകർഷിക്കുന്നു. വലിയ വലിയ ഗുരുക്കന്മാരിടയ്ക്ക് ഉണ്ടാകാറുണ്ട്, ഏത് ദേശത്തും ഏത് കാലത്തും ഉണ്ടാകാറുണ്ട്. അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസമൊന്നും ഉണ്ടാകില്ല, പക്ഷെ അവരുടേതായ ചില ചിന്തകളും അവരുടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും അതനുസരിച്ചുള്ള പ്രവൃത്തികളും കൊണ്ട് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത അസാധാരണമായ പ്രവർത്തനങ്ങൾ ലോക നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. ഇടക്കാലം കൊണ്ട് എൻലൈറ്റഡ് ആകുന്നവർ അവരെ അങ്ങ് ഫോളോ ചെയ്യും. സാധാരണ ആൾക്കാർ അവരുടെ വാക്കുകൾ സ്വാഗതം ശ്രദ്ധിക്കും, അത് മാത്രമായി പിടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരുമുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം അങ്ങനെയുള്ളവരാണ്, ഇടക്കാലം കൊണ്ട് എൻലൈറ്റഡ് ആകുന്നവർ. നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാ പലരും, അല്ലേ? യെസ്, അതൊക്കെ വഴിയുണ്ട് കേട്ടോ. ബാക്കിയുള്ള എപ്പിസോഡൊക്കെ കാണണം, തുടർന്ന് വരുന്നു. ഇനി മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ജന്മനാ ഒന്നും മഹത്തുക്കളെന്ന മഹാത്മാക്കളല്ല, ഇടക്കാലം കൊണ്ട് എല്ലാം കിട്ടിയിട്ടില്ല, ആഗ്രഹിച്ച് നടക്കുന്നുണ്ട് പലരും. മൂന്നാമത്തെ ആൾക്കാർ ഈ ജിജ്ഞാസയുമായി നടന്ന് എവിടാണ് ഇതിന്റെ രഹസ്യം എന്ന് അറിയാനായിട്ട് ചിലപ്പോൾ വീട് വിട്ടൊക്കെ പോകും, അലഞ്ഞു നടക്കും. ഇനി ചില ആശ്രമങ്ങളിലൊക്കെ ചെന്ന് ചേരും, അവിടെയും സഹിക്കാൻ പറ്റാതെ തിരിച്ചു പോരും. അല്ലെങ്കിൽ സ്വന്തമായ രീതിയിലൊരു പാത തിരഞ്ഞെടുക്കും. താൻ ഡെലിബറേറ്റ് ചെയ്യുന്ന ചില രീതിയിലൊക്കെ ആത്മാവിനെ കണ്ടെത്താനും അതിലൂടെ സമൂഹത്തിന് വിളംബരം ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രമിച്ച് തളരും. അവസാനം അവർ ഈ അന്വേഷണത്തിന്റെ പാത ഇവർ അവസാനം എത്തപ്പെടുന്നത് റൈറ്റ് നോളജ് കിട്ടുന്ന ഒരു പരിശീലന കേന്ദ്രത്തിലെത്തണം. അതെവിടെ കിട്ടുമെന്നുള്ളതാണ് ഇവിടെ. അത് സത്യസന്ധമായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ. അപ്പം മൂന്നാമത്തത് എന്തും റൈറ്റ് നോളജ് കിട്ടുന്ന ഒരു പരിശീലന കേന്ദ്രത്തിലൂടെ ഒരു സ്പിരിച്വൽ സയൻസ് ശരിയായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന, ശാസ്ത്രീയപരമായി മനസ്സിലാക്കി ആധുനികതയും അല്ലെങ്കിൽ ഭൗതികതയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ആത്മീയതയും അല്ലെങ്കിൽ ഭൗതികതയും രണ്ടും രണ്ടല്ല, അത് രണ്ടും ഇഴചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സ്ഥലത്തെത്തപ്പെടും. അവിടെ എത്തിയാലോ അതിനെയാണ് പരിശീലനം എന്ന് പറയുന്നത്. പരിശീലനത്തിലൂടെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും എങ്ങനെ ഉണ്ടാകുന്നതാണ്? പരിശീലനത്തിലൂടെയാണ്. നിങ്ങൾ എക്സ്പെർട്ടായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും പണ്ട് അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഭംഗിയായിട്ട് നല്ല എക്സ്പെർട്ടായിട്ട് ഡ്രൈവ് ചെയ്യുമെങ്കിൽ പണ്ട് ഇത് അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെ? പരിശീലനത്തിലൂടെ, വീണ്ടും വീണ്ടും പരിശീലനത്തിലൂടെ, അതിലെ സംതൃപ്തിയിലൂടെ നിങ്ങൾ കൂടുതൽ എക്സ്പെർട്ടായി. എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ് എന്ന് പറയും. നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ സർക്കസ് കൂടാരത്തിലൊക്കെ പോകുമ്പോൾ ആ റിങ്ങിൽ കിടന്ന് മറിയുന്ന അഭ്യാസികളുണ്ട്, നിരവധി അഭ്യാസികൾ. നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ നോക്കും, എന്താണ് ഇവർ കാണിക്കുന്ന അമാനുഷികതകൾ, ഭയങ്കര അത്ഭുതം തന്നെ. പക്ഷെ അവർ പെട്ടെന്ന് അത് ചെയ്യുന്നതല്ല, ഒരു 10-12 വർഷത്തെ നിതാന്തമായ പരിശീലനത്തിലൂടെ അവർ എക്സ്പെർട്ടായതാണ്. എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ്. ഇത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും. നമ്മൾ വിചാരിക്കുന്ന പെട്ടെന്ന് അവരെ പോലെ അത്ഭുതങ്ങൾ കാണിക്കണമെന്നാണ്. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും, അത്ഭുത വ്യക്തികളായിട്ട് മാറാൻ സാധിക്കും, തൻ്റെ ഉള്ളിലെ പവറിനെ പുറത്തെടുത്തുകൊണ്ട്. അതിനെന്ത് വേണം? നിരന്തരമായ ശ്രദ്ധയും ശരിയായ തിരിച്ചറിവും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾ കാഴ്ചവെക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ രംഗത്ത് എൻലൈറ്റഡ് ആകാൻ സാധിക്കും. കാരണം നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ? നല്ല നെയ്യാണെങ്കിൽ, നവനീതമാണ് വേണ്ടതെങ്കിൽ ആ നെയ്യ് ഇരിക്കുന്നത് പാലിനകത്താണ്. പാലിനകത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല നെയ്യ്. എന്ത് ചെയ്യണം? ചില പ്രോസസ് ഉണ്ട്. ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഈ പാല് കാച്ചി ചൂടാക്കി ബോയിൽ ചെയ്ത് പിന്നീട് അത് തണുപ്പിച്ച് പിന്നീട് അതിനെ പുളിപ്പിച്ച് തൈരാക്കും. തൈരിനെ പിന്നെ നമ്മൾ നല്ലതുപോലെ കടയണം. കടഞ്ഞ് നമ്മുടെ അതായത് കടയാൻ സംസ്കരിക്കുക. സംസ്കരിച്ച് ഡിസ്റ്റിൽ എടുക്കുമ്പോൾ ഒരു വസ്തു കിട്ടും, ഒരു കോറ് കിട്ടും. അപ്പൊ നമ്മുടെ തന്നെ വിവിധ സംസ്കാരങ്ങളെ, അറിവിനെ കടഞ്ഞ് എടുക്കുമ്പോൾ കിട്ടുന്ന കോറാണ് വെണ്ണ. ആ വെണ്ണയെ ഉരുക്കി കഴിയുമ്പോഴാണ് നെയ്യ് കിട്ടും. അപ്പൊ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് എൻലൈറ്റഡ് ആകുന്നത് സാധാരണക്കാർ പരിശീലനത്തിലൂടെ. അപ്പൊ ഇതെങ്ങനെ എവിടെ കിട്ടുമെന്നുള്ളതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആധ്യാത്മികതയിൽ പല ചിട്ടകളും സിസ്റ്റംസ് ഒക്കെ വെച്ച് നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ കറങ്ങി പോകുന്ന കാരണം അല്പമൊക്കെ ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷെ ആഴങ്ങളിലേക്ക് എത്തണമെങ്കിൽ റൈറ്റ് നോളജ് കിട്ടണം, റൈറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണം, റൈറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ തുടർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻലൈറ്റഡ് ആകാം. അപ്പോൾ എൻലൈറ്റഡ് ആകാൻ 3
മാർഗത്തിലെ മനുഷ്യജന്മം കിട്ടുമ്പോൾ പറ്റൂ. ഒന്ന് ജന്മന, മറ്റൊന്ന് ഇടക്കാലം കൊണ്ട്, മൂന്നാമത്തത് നമ്മളുടെ തന്നെ പരിശീലനത്തിലൂടെ എൻലൈറ്റഡ് ആണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മളിത് ഏതിലാന്നല്ലേ? ഏതിലാണ് നമ്മൾ? തേർഡ് വൺ, റൈറ്റ്? മൂന്നാമത്തത് ആണ് നമ്മളെങ്കിൽ അത് മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പരിശീലനം എവിടെ കിട്ടും, എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയണം. അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അപ്പം ഇത് കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള എൻലൈറ്റ്മെന്റ് ഭാഗം 1 പാർട്ട് 1, ഇത് പാർട്ട് 2, പാർട്ട് 3 കൂടെ കാണുമ്പോൾ മാത്രമേ ഈ സീക്വൻസ് പൂർണ്ണമാകൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക, പരിശീലനത്തിന് തയ്യാറാകുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ എൻലൈറ്റഡ് ആയിരിക്കും, ആത്മാവബോധത്തോടെ ആത്മജ്ഞാനത്തിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിടുന്നു. നന്ദി, നമസ്കാരം.